CPM അല്ലാത്തവരെല്ലാം വർഗീയവാദികൾ, ഡിവൈഎഫ്ഐ മാത്രം മനുഷ്യസ്നേഹികൾ. സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഇത്രയും വെറുപ്പും വിദ്വേഷവും പടർത്തുന്ന മറ്റൊരു രാഷ്ട്രീയ സംഘടന കേരളത്തിൽ കാണിക്കാൻ കഴിയുമോ? ദുരന്തം നടന്ന അന്ന് മുതൽ വയനാട് എത്രയോ സംഘടനകൾ സന്നദ്ധ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇന്നും അവിടെ യാതൊന്നും പ്രതീക്ഷിക്കാതെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനകളെ തിന്നാൻ വരുന്നവർ എന്ന് പറയണമെങ്കിൽ എത്രത്തോളം മോശമായിരിക്കും അവരുടെ പ്രവൃത്തികൾ. നാളിതുവരെ CPM-ന്റേതല്ലാത്ത വേറെ ഏതെങ്കിലും നേതാവ് മറ്റുള്ള സന്നദ്ധ പ്രവർത്തകരെ അവഹേളിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് പറഞ്ഞത് ഒരു CPM ഇതര സംഘടന നേതാവായിരുന്നുവെങ്കിൽ മനുഷ്യത്വത്തെക്കുറിച്ച് കവിത രചിക്കുന്ന AKG സെന്റർ പുരോഗമന പ്രോമാക്സ് നേതാക്കൾ ഇന്ന് സാഹിത്യം കൊണ്ട് ആറാടിയനെ. മനുഷ്യനാകണം എന്നൊന്നും പറയുന്നില്ല, അതിനൊന്നും നിങ്ങൾക്ക് കഴിയുകയുമില്ല. അപകടകാരിയായ മൃഗങ്ങൾ പോലും മനുഷ്യർക്ക് രക്ഷയായ ദുരന്തമുഖത്ത് അവരെക്കാളും അധപതിക്കുന്ന വെറും ഏഴാം കിട CPM-കാരനും DYF-കാരനുമാകരുത് എന്ന് മാത്രം. സാധ്യമായതെല്ലാം ചെയ്ത് സൈന്യം വരെ അഭിമാനത്തോടെ മലയിറങ്ങിയ സ്ഥിതിക്ക് ഇനി കുത്തിത്തീർപ്പ് നടത്താനുള്ള ജനീഷ് കുമാറിനെ പോലെയുള്ള വിഷജന്തുക്കൾക്ക് മല കയറാം. കഴിഞ്ഞ ജൂലൈ 30-ന് വയനാട് ദുരന്തം നടന്ന നിമിഷം മുതൽ ഇന്ന് വരെ രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. സർക്കാരിനെ വിമർശിക്കേണ്ട പല വിഷയങ്ങൾ ഉണ്ടായിട്ടും അതിൽ നിന്നൊക്കെ മാറി പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്ന പ്രവർത്തനമാണ് വയനാട് നടന്നത്. യുവജന സംഘടനകൾ എല്ലാവരും അവർക്ക് സാധിക്കുന്ന രീതിയിൽ രക്ഷാപ്രവർത്തനത്തിനും റിലീഫ് പ്രവർത്തനത്തിനുമായി നേതൃത്വം നൽകി. വൈറ്റ് ഗാർഡിന്റെ ക്യാൻറ്റീൻ പൂട്ടിയ വിഷയം പോലും രാഷ്ട്രീയ യുദ്ധത്തിലേക്ക് പോകാതെ എല്ലാവരും ചേർന്ന് പറഞ്ഞവസാനിപ്പിച്ചു. പക്ഷേ ഇന്ന് ജനീഷ് കുമാർ MLA-യുടെ പോസ്റ്റ് തീർത്തും നിരുത്തരവാദപരവും പൊളിറ്റിക്കൽ അശ്ലീലവുമാണ്. ഇതേവരെ അങ്ങോട്ട് എത്തി നോക്കിയിട്ടില്ലാത്ത ജനീഷ് കുമാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മുണ്ടക്കയിലെ രക്ഷാപ്രവർത്തകരെ അപമാനിക്കുന്നത്? സൈന്യം പോലും അവരാൽ ചെയ്യാവുന്ന എല്ലാം ചെയ്ത് മുണ്ടക്കയിൽ നിന്ന് മലയിറങ്ങി. ഇപ്പോഴും യുവജന സംഘടന പ്രവർത്തനങ്ങൾ തുടരുകയാണ്. അപ്പോഴാണ് ഈ മാന്യ MLA കുത്തിത്തിരിപ്പിന്റെ പുത്തൻ ഐഡിയയുമായി വന്നിരിക്കുന്നത്. താങ്കൾ ബിരിയാണിയും കോഴിക്കാലും എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ ഒന്നോർത്തോളൂ, ആയിരക്കണക്കിന് ജനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ദിവസങ്ങളോളം ഉറങ്ങാതെ കൃത്യസമയത്ത് ഭക്ഷണം എത്തിച്ചു നൽകിയ പ്രവൃത്തിയെയാണ് കോന്നിയിലെ ശീതീകരിച്ച മുറിയുടെ കംഫർട്ട് സോണിലിരുന്ന് ഉണ്ടുറങ്ങി ഫേസ്ബുക്കിലൂടെ അധിക്ഷേപിക്കുന്നതെന്ന് ഓർക്കണം. യഥാർത്ഥത്തിൽ ആ ദുരന്തമുഖത്ത് മനസ്സാക്ഷിയുള്ള സേവന സന്നദ്ധരായ ആരും ഉറങ്ങിയിട്ടില്ല സർ. അതുകൊണ്ട് ദുരന്തം കഴിഞ്ഞ് നമ്മൾ ഒരു പുനരധിവാസത്തെക്കുറിച്ച് ഒന്നിച്ച് ചർച്ച ചെയ്യേണ്ട സമയത്ത് മറ്റൊരു ദുരന്തമാകാതെ അങ്ങ് ശ്രദ്ധിക്കണം എന്ന് പ്രിയപ്പെട്ട ജനീഷ് കുമാർ MLA ഓർമ്മിപ്പിക്കുകയാണ്.